ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ്, അപ്പോൾ മെന്റലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് ഏതെങ്കിലും ഒരു ജീനിൽ ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ കൊണ്ടൊക്കെയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മെന്റലിയൻ ഡിസോർഡറുകളാണ് ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നസ്, ഫീനൽ കീറ്റോണൂറിയ, തലസീമിയ. ഇതൊക്കെ ഈ ഒരു രോഗങ്ങളൊക്കെ എന്താണ് മെന്റലിയൻ ഡിസോർഡേഴ്സ് ആണ്. മെന്റലിയൻ ഡിസോർഡേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓട്ടോസോമൽ മെന്റലിയൻ ഡിസോർഡേഴ്സ് ഉണ്ട്, സെക്സ് ലിങ്ക്ഡ് മെന്റലിയൻ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓട്ടോസോമൽ മെന്റലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം ക്രോമസോംസ് എന്ന് പറയുമ്പോൾ 23 പെയർ ഓഫ് ക്രോമസോംസുകളാണ് ഉള്ളത്. അതിൽ 22 പെയേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോസോമുകളും ബാക്കി ഒരു പെയറാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 22 പെയർ ഓഫ് ഓട്ടോസോമുകളിൽ ഏതെങ്കിലും ഒരു ഓട്ടോസോമിന് മ്യൂട്ടേഷൻ വന്നാൽ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ ഓട്ടോസോമൽ മെന്റലിയൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, ഫീനൽ കീറ്റോണൂറിയ ഒക്കെയാണ് ഓട്ടോസോമൽ മെന്റലിയൻ ഡിസോർഡേഴ്സ്. ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം, സിക്കിൾ സെൽ അനീമിയ. ഞാൻ പറഞ്ഞു അതൊരു ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. ഇത് റെസസീവ് ട്രൈറ്റ് ആണ്. അപ്പോൾ റെസസീവ് കണ്ടീഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദ ഡിസീസ് ഇസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പെയർ ഓഫ് അലീൽ HBA ആൻഡ് HBS. അതിൽ HBA എന്ന് പറയുന്നത് ഡൊമിനന്റ് അലീലാണ്, റെസസീവ് അലീലാണ് ഈ HBS എന്ന് പറയുന്നത്. ഈ ഒരു അലീലാണ് സിക്കിൾ സെൽ അനീമിയ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലി ദ ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ഫോർ HBS, that is HBS show the diseased phenotype. അതായത് HBS എന്നാണ് ഈ സിക്കിൾ സെൽ അനീമിയ. അപ്പൊ രണ്ട് അലീലുകൾ ഹോമോസൈഗസ് ആയിട്ട് വരില്ലേ, HBS അങ്ങനെ വരുമ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. അതേ സമയത്ത് ഒരല്ലിയിൽ HBAയും മറ്റേ അല്ലിയിൽ HBS ആണെങ്കിൽ എന്താണ്, അവർ ജസ്റ്റ് കാരിയേഴ്സ് മാത്രമേ ഇരിക്കുള്ളൂ. ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് HBA എന്ന് പറയുന്ന അല്ലീലുകളാണ്, അല്ലെങ്കിൽ HBA എന്ന് പറയുന്ന ജീൻ ആയിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കേസ്. പക്ഷെ ഒരു കാരിയർ ആണെങ്കിൽ ഒരെണ്ണം HBA, ഒരല്ലിയിൽ HBAയും മറ്റേ അല്ലിയിൽ HBS ആയിരിക്കുള്ളൂ. സിക്കിൾ സെൽ അനീമിയ വന്നവരുടെ അല്ലീൽസ് നോക്കുകയാണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കുള്ളൂ HBS എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ കേസ്. അപ്പൊ റെസസീവ് കണ്ടീഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു HBS എന്ന് പറയുന്നത് റെസസീവും HBA എന്ന് പറയുന്നത് ഡൊമിനന്റും ആണ്. അപ്പൊ ഇവിടെ രണ്ട് റെസസീവ് ആയിട്ടാണ് ഹോമോസൈഗസ്, കണ്ടോ, രണ്ട് HBS ആയിട്ടാണ് വന്നേക്കണം. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ദ ഹോമോസൈഗസ് റെസസീവ് ഡൈ ഏർലി ഇൻ ലൈഫ്. അതായത് HBS ആയിട്ട് വരികയാണെങ്കിൽ അവരെന്തായാലും മരിച്ചു പോകും. ഇവിടെ നമ്മൾ നോക്കിക്കേ, ക്രോസ് ചെയ്ത് നോക്കിയാണ് പാരന്റൽ ജീനോടൈപ്പുകൾ നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സിക്കിൾ സെൽ കാരിയർ മാനും ക്രോസ് സിക്കിൾ സെൽ കാരിയർ വുമൺ. അപ്പോൾ മാനും കാരിയർ ആണ്, വുമണും കാരിയർ ആണ്. അപ്പൊ അവരുടെ ജീനോടൈപ്പ് എങ്ങനെ വരും? HBA HBS വരും. ആ വുമണിന്റെയും അങ്ങനെ തന്നെയാണ്, HBA HBS വരും. അങ്ങനെ ഇവർ തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്ന F1 ജനറേഷൻ നോക്കിക്കേ എങ്ങനെയാണ് കിട്ടിയേക്കണത്. ഒരാള് നോർമലായിട്ടാണ് കിട്ടിയത്, ഒരു കുട്ടി നോർമലാണ്, കാരണം രണ്ടും HBA അല്ലേ, നോർമൽ കുട്ടിയാണ്. ഒരെണ്ണം നോക്കിക്കേ HBA HBS, അതുപോലെ തന്നെ മറ്റേ കുട്ടിയും HBA HBS. അപ്പൊ രണ്ട് കുട്ടികൾ കാരിയേഴ്സ് ആണ്. പക്ഷെ ഒരു കുട്ടിക്ക് HBS എന്ന് പറയുന്ന റെസസീവ് കണ്ടീഷനിൽ, ഹോമോസൈഗസ് കണ്ടീഷനിൽ റെസസീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആ ഒരു കുട്ടിയാണ് സിക്കിൾ സെൽ അനീമിയ ബാധിച്ചേക്കുന്നത്. ആ കുട്ടി എന്തായാലും നേരത്തെ തന്നെ മരിച്ചു പോകും. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കാം, ഇൻ സിക്കിൾ സെൽ അനീമിയ ദ ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഹീമോഗ്ലോബിന്റെ ബീറ്റാ ഗ്ലോബിൻ ചെയിന്റെ 6ാമത്തെ പൊസിഷൻ എന്തിനാണ്? ഹീമോഗ്ലോബിന്റെ ബീറ്റാ ഗ്ലോബിന്റെ ചെയിനിലെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നതാണ് ഈ ഒരു സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ഒരു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉണ്ടായേക്കണത്. ഒരു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ആ ഒരു GAGക്ക് പകരം GUG അയക്കണ ഒരു ഇതാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് സിക്കിൾ സെൽ അനീമിയ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ RBC എന്ന് പറയുന്ന ബൈകോൺകേവ് ഡിസ്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ ഒരു സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും ഡ്യൂ ടു അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ. ഓക്കെ, ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടായതാണ്? ആ ഒരു ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിൻ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിനായി. മനസ്സിലായി? അപ്പൊ അവിടെ ഒരു സിംഗിൾ ബേസിന് ഉണ്ടാവുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കണ്ടത്. GAG ഇപ്പോ GUG ആയിട്ട് മാറി. കണ്ടോ, ഇതാണ്
സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പൊ സിക്കിൾ സെൽ അനീമിയ മനസ്സിലായല്ലോ, ഇതൊരു ജനറ്റിക്കലി കൺട്രോൾഡ് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രൈറ്റ് ആണ്. രോഗം ഈ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന സിംഗിൾ പെയർ ഓഫ് അലീൽ എന്ന് പറയുന്നത് HBAയും HBS ആണ്. അതിൽ HBA എന്ന് പറയുന്നത് ഡൊമിനന്റ് ആണ്, HBS എന്ന് പറയുന്നത് റിസസീവ് ആണ്. ഇനി ആ ഒരു ഇൻഡിവിജ്വൽ, അതായത് HBA HBS എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കാണിച്ചാൽ അവർ കാരിയേഴ്സ് മാത്രമാണ്. HBS എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ കാണിച്ചാൽ മാത്രമേ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുള്ളൂ. HBA എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ ആയിട്ടുള്ള ആളാണ്, ആൾക്ക് വേറെ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ ഇത് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് 4 കുട്ടികൾ കിട്ടി. ഒരു കുട്ടി നോർമൽ ആയിരുന്നു, 2 കുട്ടികൾ കാരിയേഴ്സ് ആണ്, ഒരു കുട്ടിക്ക് ശരിക്കും സിക്കിൾ സെൽ അനീമിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണ് പറയുന്നത്, അതായത് ഹീമോഗ്ലോബിന്റെ ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നു. അപ്പൊ അവിടെ ഒരു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് GAGക്ക് പകരം GUG ആയിട്ട് മാറി. ഇനി അടുത്ത രോഗമാണ് ഫീനൈൽ കീറ്റോനൂറിയ. ഇതൊരു ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം ആണ്. ഇതും ഒരു ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ് ആണ്. ഈ ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫീനൈൽ അലനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ തൈറോസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഫീനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ തൈറോസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഫീനൈൽ അലനിൻ എന്താ ചെയ്യുന്നത്, ഫീനൈൽ അലനിനെ കൺവേർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതെന്ത് ചെയ്യും, അത് അവിടെ കിടന്ന് അക്യുമുലേറ്റ് ചെയ്ത് അത് ഫീനൈൽ പൈറുവിക് ആസിഡ് ആയിട്ടും അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കുറെ ഫീനൈൽ പൈറുവിക് ആസിഡ് ഇങ്ങനെ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ഒക്കെ ചെയ്യും. കാരണം കിഡ്നിക്ക് പോലും അതിനെ വേണ്ട. ഓക്കെ, കിഡ്നി പോലും അതിനെ അബ്സോർബ് ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ഫീനൈൽ പൈറുവിക് ആസിഡ് ബ്രെയിൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ബ്രെയിൻ ഡാമേജ് ആക്കും. അങ്ങനെ കുട്ടികൾ മെന്റലി റിട്ടാർഡഡ് ആവും. ഇതാണ് ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. അപ്പൊ ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻബോൺ എറർ ഇൻ മെറ്റാബോളിസം. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, ഫീനൈൽ അലനിനെ തൈറോസിൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഫീനൈൽ അലനിൻ അവിടെ കിടന്ന് എന്ത് ചെയ്യും, ഫീനൈൽ പൈറുവിക് ആസിഡും അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ബ്രെയിനൊക്കെ ഡാമേജ് ആയി കുട്ടികൾ മെന്റലി റിട്ടാർഡഡ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഓട്ടോസോമൽ മെന്റലിയൻ ഡിസോർഡർ.